മുസ്ലിം ലീഗിന്റെ മുഖ്യ പോഷക സംഘടനയായി മാറുകയാണോ തൊഴിലാളി പ്രസ്ഥാനമായ STU? കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന 3 ദിവസത്തെ സമ്പൂർണ്ണ സമ്മേളനം വീക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതാണ് മനസ്സിലാവുക. ലീഗിലെ യുവജന പ്രസ്ഥാനമായ യൂത്ത് ലീഗും വിദ്യാർത്ഥി പ്രസ്ഥാനമായ MSFും മുഖ്യ പോഷക സംഘടനകളിൽ മുന്നിട്ടു നിൽക്കുന്നുവെങ്കിലും STUവിനെ പോലെ ഏറ്റവും വലിയ കേന്ദ്ര സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന പോഷക സംഘടന എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ലീഗിൽ നിലവിൽ മറ്റൊരു സംഘടനയില്ല. 33 ഫെഡറേഷനുകളാണ് STUവിന് നിലവിലുള്ളത്. ഈ 33 ഫെഡറേഷനുകളും ഒരു സ്വിച്ച് ഇട്ടാൽ ഒരേപോലെ പ്രകാശിക്കുന്ന ബൾബുകളെ പോലെ സംഘടനയായിട്ടുണ്ട് എന്നു വ്യക്തം. KMCC തങ്ങളുടെ ദൗത്യം ഏറെ ഭംഗിയോടെ നിർവഹിക്കുകയും തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ലോക ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റുകയും ചെയ്യുന്നു എന്നുള്ളതിന് അപ്പുറം കേരളത്തിൽ എല്ലാ മേഖലകളിലേക്കും ഇറങ്ങിച്ചെന്ന് സംഘടനാ പ്രവർത്തനം നടത്തുന്നത് STU ആണ്. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 1 നടന്ന മഹാറാലിയും അതിനുശേഷം നടന്ന സമ്മേളനവും അക്ഷരാർത്ഥത്തിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം ലീഗ് നേതൃത്വത്തെയും ഞെട്ടിച്ചിട്ടുണ്ട്. 1/4 ലക്ഷം അംഗങ്ങളെ അണിനിരത്തിയാണ് ഈ തൊഴിലാളി പ്രസ്ഥാനം വൻ റാലിയും സമ്മേളനവും നടത്തിയത്. ഇതിൽ എടുത്തു പറയേണ്ടത് 50% വനിതകളാണ് അണിനിരന്നത് എന്നുള്ളതാണ്. ലീഗിന് വനിതകൾക്കായി വനിതാ ലീഗ് എന്ന സംഘടനയുണ്ട്. എന്നാൽ വനിതാ ലീഗ് നിലവിൽ പല ജില്ലകളിലും പേരിന് മാത്രമാണെന്നുള്ളതും പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ തീരെ സജീവമല്ല എന്നുള്ളതും STU നടത്തിയ സമ്മേളനത്തിൽ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും സജീവ വനിതാ പ്രാതിനിധ്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വനിതാ ലീഗിന്റെ നിലവിലെ പ്രവർത്തനം സജീവമല്ല എന്നുള്ളതിന് തെളിവാണ്. നിലവിൽ വനിതാ ലീഗ് മലപ്പുറം ജില്ലയിലും അത് കഴിഞ്ഞാൽ കോഴിക്കോടും പിന്നീട് കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് സജീവ പ്രവർത്തനമുള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം പേരിനുള്ള കമ്മിറ്റികളും പലയിടത്തും കമ്മിറ്റികളെ ഇല്ലാതെയുമാണ് സംഘടന മുന്നോട്ടു പോകുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ 50% വനിതാ സംവരണം ഉള്ളതിനാൽ പലപ്പോഴും വാർഡുകളിൽ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത് പോലും വനിതാ ലീഗ് അംഗങ്ങളല്ല എന്നുള്ളതും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. പഞ്ചായത്ത് മെമ്പർമാർ ആയതിനുശേഷം വനിതാ ലീഗ് പ്രവർത്തനം നടത്തുന്നവരും ചിലർ ഞങ്ങൾ അതിലൊന്നുമില്ല ലീഗുകാരാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന വനിതകളും നിലവിലുണ്ട്. തെക്കൻ ജില്ലകളിൽ പൂർണ്ണമായും സംഘടനാ പ്രവർത്തനം വനിതാ ലീഗിനില്ല എന്ന് വേണമെങ്കിൽ പറയാം. വടക്കൻ കേരളത്തിൽ 3 ജില്ലകളിൽ മാത്രം സജീവ പ്രവർത്തനത്തിൽ നിൽക്കുന്ന വനിതാ ലീഗ് ഇനിയെങ്കിലും ഉണർന്നു പ്രവർത്തിച്ചില്ല എങ്കിൽ നിയമസഭയിൽ പോലും ഒരുപക്ഷെ വനിതകൾക്ക് സീറ്റ് നൽകുവാനുള്ള അവസരം ലീഗ് മാറ്റിവെച്ചേക്കാം. ലീഗ് പാർട്ടി നിലവിൽ ഏറ്റവും നല്ല സംവിധാനത്തിൽ സംസ്ഥാനത്തു തന്നെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നതുമായ രാഷ്ട്രീയ പാർട്ടിയാണ്. ഈ രാഷ്ട്രീയ പാർട്ടിയുടെ മുഖ്യ പോഷക സംഘടനകളും വിവിധ തരത്തിൽ വിവിധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നുണ്ട്. അതിലാണ് തൊഴിലാളി പ്രസ്ഥാനമായ STU സജീവമായി വനിതകളെയും യുവാക്കളെയും അണിനിരത്തി ഒരുപക്ഷെ കോഴിക്കോട് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല തൊഴിലാളി സമ്മേളനം നടത്തി എല്ലാവരുടെയും കയ്യടി നേടിയിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കുറെ കാലമായി എടുത്തു പറയാൻ കഴിയുന്ന ഒരു പ്രവർത്തനവും വനിതാ ലീഗ് സംസ്ഥാനത്ത് നടത്തിയിട്ടുമില്ല. തെരഞ്ഞെടുപ്പ് വരുന്നതോടുകൂടി വനിതാ ലീഗ് സംസ്ഥാനത്ത് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുമോ എന്ന് നോക്കിക്കാണാം.